ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. അപ്പോൾ സയൻസ് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളൊക്കെ കൊമേഴ്സ് സ്ട്രീമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന CA, CMA, ACCA പോലത്തെ കോഴ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ ഈ കോഴ്സുകളിലേക്ക് അവർ വരുന്ന സമയത്ത് അവർക്ക് ഇത് പ്രയാസകരമാവോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവോ, അവർക്ക് പഠിക്കാൻ കഴിയൂലേ എന്ന കുറെ ഡൗട്ടുകളുണ്ട്. അതിനോടൊക്കെ എന്താണ് നമുക്ക് ഉള്ള അഭിപ്രായം എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. എന്താണ് അസർ സാർ? ആക്ച്വലി ഇപ്പൊ നമ്മള് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി, അവർക്ക് CA എടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു കുട്ടി നമ്മളോട് ചോദിക്കണം ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ സയൻസ് എടുക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്. കാരണം CAയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷനിൽ അവർക്ക് മാത്തമാറ്റിക്സ് ഉണ്ട്. ആ ഒരു സബ്ജക്ട് കൊമേഴ്സിന് വരുന്ന കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടും ഫീൽ ചെയ്യാം. കുറച്ചല്ല, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ഫെയിൽ ആവുന്നൊരു 80% കുട്ടികളും മാത്സിലാണ് ഫെയിൽ ആവാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ സയൻസ് സെലക്ട് ചെയ്തിട്ട് CAയിലേക്ക് വരാന്നുള്ളത് തന്നെയാണ് പറയാറുള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ഒരു പക്ഷെ അവിടെ എന്താണ് അവരുടെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ടല്ലോ. കാരണം കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് കേൾക്കുന്ന സബ്ജക്ട്സ് ആണ്. അവർ ആ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു സബ്ജക്ട്സുമായി കണക്ഷൻ ഇല്ല. അപ്പോൾ അക്കൗണ്ടൻസി ഫസ്റ്റ് ഫൗണ്ടേഷൻ വരുന്ന സമയത്ത് അക്കൗണ്ടൻസി ആണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അക്കൗണ്ടൻസി മനസ്സിലാവോ, അക്കൗണ്ടൻസി പഠിയോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അവരുടെ കൺഫ്യൂഷൻ. ഞാൻ പറയാൻ പോകുന്നത് സയൻസിലൊക്കെ പഠിച്ച് മാത്സ് പഠിച്ച ആൾക്കാരും ഇത്തരം ടോപ്പിക്കുകളൊക്കെ പഠിച്ച് വന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് എസ്പെഷ്യലി ഇത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈഗിൾസിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് എസ്പെഷ്യലി ഫസ്റ്റിൽ എന്ത് ചെയ്യാറുണ്ട്, ഒരു അക്കൗണ്ടൻസി ബേസിക് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അല്ലെ. സയൻസിന് വരുന്ന കുട്ടികൾക്ക് നമ്മൾ സെപ്പറേറ്റ് ബേസ് ക്ലാസ് കൊടുത്തിട്ട് തന്നെയാണ് അവരെ CAയിലേക്ക് ആ കോഴ്സിലേക്ക് അവർ എടുക്കാറുള്ളത്. അതായത് നല്ല ബേസും കൺസെപ്റ്റും ക്ലാരിറ്റി അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് കൊടുത്ത് ട്രെയിനിങ് കിട്ടിയ ശേഷം നിങ്ങൾ തുടങ്ങേണ്ട ആവശ്യമുള്ളൂ. ലെറ്റ്സ് നിങ്ങൾ പുതിയൊരു സബ്ജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സയൻസ് സ്ട്രീം പഠിച്ചു വന്ന കുട്ടികൾ, അതായത് സയൻസ് മാത്സും ബയോളജിയും അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു വന്ന കുട്ടികൾക്ക് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ 1-2 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. നേരെ മറിച്ച് കൊമേഴ്സിന് വരുന്ന കുട്ടികൾക്ക് മാത്സ് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ട് നമ്മൾ കാണാറുണ്ട്. അവർക്ക് 2 കൊല്ലം മാത്സ് പഠിക്കാത്തതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് ഒക്കെ വിട്ടുപോയിട്ട് അങ്ങനെയാണ് അവർ കൊമേഴ്സിലെ കുട്ടികളാണ് മാത്സിൽ കൂടുതലായിട്ടും ഫെയിൽ ആവുന്നതും കണ്ടിട്ടുള്ളത്. സോ സയൻസിന് വരുന്ന കുട്ടികൾക്ക് അക്കൗണ്ടൻസി 1-2 മാസം കൊണ്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നതുമാണ് പൊതുവെ നമ്മൾ കാണാറുള്ളത്. ഇതിൽ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, അവർ മാത്സ് ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വരുന്നു. രണ്ടാമത്തത് കൊമേഴ്സിനെ അപേക്ഷിച്ച് സയൻസിൽ കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ നല്ലോണം പഠിച്ചു വരുന്ന ഒരാൾക്ക് ഇതിൽ പെട്ടെന്ന് വരുമ്പോൾ ആ പഠനത്തിന്റെ ശീലം ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല പോസിറ്റീവ് ആയിട്ട് നല്ല ഇരുന്ന് പഠിച്ച് ശീലം ഉണ്ടാവും. അത് അവരെ പോസിറ്റീവ് ആയിട്ട് തന്നെ ചെയ്യണം. ഇങ്ങനെ 2 ബെനിഫിറ്റ് എസ്പെഷ്യലി സയൻസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ടാണ് അക്കൗണ്ടൻസിനെ പരിചയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ക്ലാരിറ്റിയോട് കൂടി കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് പക്കാ പഠിയുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇവിടെ കൊമേഴ്സിന് വരുന്ന കുട്ടികൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം പാസ്സാൻ വേണ്ടി ഒരു അക്കൗണ്ടൻസി തട്ടിക്കൂട്ടി പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് തന്നെയാണ് ഇവിടെ CAയിൽ വന്നാലും കാണുന്ന അക്കൗണ്ടൻസിന്ന് തെറ്റിദ്ധാരണ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുക, അങ്ങനെ എക്സാം പൊട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ എസ്പെഷ്യലി നമ്മൾ സയൻസിലെ കുട്ടികൾക്ക് CA എടുക്കാൻ കഴിയുമോ, അതിനൊപ്പം തന്നെ കൊമേഴ്സിലെ കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും കൂടി നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 100% നിങ്ങൾ ഒരു കാരണവശാലും ഡൗട്ട് അടിക്കേണ്ട. സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും CA എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും പഠിച്ചെടുക്കാനും കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.